എളുപ്പത്തിൽ എങ്ങനെ ഒരു മന്തി തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിലൊരു 1.5-2 കിലോ ചിക്കൻ ഉണ്ട്. അതിൻ്റെ വേസ്റ്റൊക്കെ മാറ്റിയതിന് ശേഷം ഒരു 1.25 ഒക്കെ ചിക്കനൊക്കെ കാണുമായിരിക്കും. ആ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് കഴുകിയ ചിക്കനാണ്. അതിൽ നമ്മൾ ഇതുപോലെ ഫോർക്കോ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ചെറുതായിട്ട് അതിലൊരു ഒത്തിരി വേണ്ട ഒന്ന് കുത്തി അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ടും ഒന്ന് ഉടയാനായിട്ടും ഇങ്ങനെ ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപ്പ് ആവശ്യത്തിന് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഇടണം. പിന്നെ ഒരു ഉണക്ക നാരങ്ങ ഒരെണ്ണം ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ലീവ്സ് പേര് എനിക്കറിയില്ല. പിന്നെ കുറച്ച് സ്പൈസസ്, അതായത് ഒരു 5-6 ഏലയ്ക്ക, കുറച്ച് കറുകപ്പട്ട, പിന്നെ 3-4 ഗ്രാമ്പു, പിന്നെ ഒരു സ്റ്റാർ, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇത്രയും സാധനങ്ങളും കൂടി ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഫുഡ് കളർ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ കുറച്ച് വലിയ ജീരകം, പെരുംജീരകം, കുറച്ച് ചെറിയ ജീരകവും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സവാള ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ. ഞാനൊരു സവാള ഏകദേശം ചെറിയ ഷേപ്പിൽ അതിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ക്യൂബ്സ്, ചിക്കൻ ക്യൂബ്സ്, ഇത് ചെറിയ ക്യൂബ്സ് ആയതുകൊണ്ടാണ് ഞാൻ 6 എണ്ണം ഇട്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു വലുതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ മതിയായിരിക്കും. ഇത് നന്നായിട്ട് പൊടിച്ച് ഇതിനകത്ത് ഇടണം. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യേണ്ടതാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയോ വേറെ ഒരു എണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ്. ഇതിൻ്റെ പെർഫെക്റ്റ് മാച്ചിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഒരു ടീസ്പൂൺ, 1.5 ടീസ്പൂൺ ഏകദേശം സൺഫ്ലവർ ഓയിൽ ഇതിനകത്ത് ഒഴിക്കുക. പിന്നെ ഇതിൽ ഗരം മസാലയോ ചിക്കൻ മസാലയോ അത് ഓപ്ഷണലാണ്. ഞാൻ ജസ്റ്റ് ഒരു സ്പൈസി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് ഉടച്ച് മിക്സ് ചെയ്യണം. ഇതിനകത്ത് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, ഞാൻ പക്ഷേ ഫുഡ് കളർ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ചിക്കൻ ഇതുവരെ വേവിച്ച് തുടങ്ങിയില്ല. അതിനു മുമ്പ് ഞാൻ റൈസ് വേവിക്കാൻ വെച്ചു. സെല്ലാ ബസ്മതി റൈസാണ്, 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 8 ഗ്ലാസ് വെള്ളവും വെച്ച് 2-3 പച്ചമുളകും ഇട്ട് കുറച്ച് പെരിഞ്ജീരകമല്ല കേട്ടോ, കൊച്ചു ജീരകവും ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. വേറെ അധികം സ്പൈസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഒരു തക്കാളി, പിന്നെ അതുപോലെ തന്നെ ഒരു ചിക്കൻ ക്യൂബിൻ്റെ ഹാഫ് അത്രയും അരി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ റൈസിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുവാണ്. ഇത്ര ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ചോറ് കുറച്ചും കൂടെ വേവാനുണ്ട്. ഇത് ഞാനൊന്ന് ഒരു 10 മിനിറ്റ് ചെറുതീയിലൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ചിക്കൻ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇത് ഞാൻ വേറെ പാത്രത്തിലോട്ടാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറെടുത്ത് വെക്കുവാണ്. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചോറ് മൊത്തം ഇടുവാണ്. നമ്മൾ ചോറ് മൊത്തം ഇട്ടു. ഇത് ഞാൻ നേരത്തെ നമ്മൾ വേവിച്ചപ്പോൾ മാറ്റി ഞാൻ കുറച്ച് വെള്ളമൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അതും കുറച്ച്, ഒത്തിരി വേണ്ട, കാരണം ഇച്ചിരി ഉപ്പ് കൂടുതൽ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് ഒരു 5 മിനിറ്റ് വീണ്ടും അടച്ചു വെക്കുകയാണ്. കനലും കൂടെ ഇതിലെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കനലും കൂടെ വെച്ചു കേട്ടോ. കനല മടയ്ക്കാൻ ഇച്ചിരി നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു. എല്ലായിട്ടൊന്നും വേണ്ട, ഒഴിച്ചിട്ട് എന്നിട്ട് നേരെ തന്നെ അടയ്ക്കും. ഒരുപാട് പുകയുണ്ട്, ആ കനലിൻ്റെ ഒരു മണം വന്നാൽ മതി. ഓക്കെ,